ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദനേ. ഓം നമോ നാരായണായ നമഃ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. നാരായണീയത്തിൽ 4-ാം ദശകത്തിൽ അഷ്ടാംഗയോഗവും തൽസിദ്ധി പ്രകാരവും പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. ഓം നമോ ഭഗവതേ വാസുദേവായ. അതുപോലെ പാരായണം ചെയ്യുന്ന പുസ്തകം ഇതാണ്, വിനായക ബുക്സിൻ്റെതാണ്. വിനായക ബുക്സ് നാരായണീയം. മാത്രമല്ല ഇതിൽ അർത്ഥവും കൂടി കൊടുത്തിട്ടുണ്ട്. ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥവും കൂടി മനസ്സിലാക്കാം. വിനായക ബുക്സ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അസ്ഫുടേവ പുഷിദേ പ്രയത്നദൂദാരയേ മദിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്ദഹേമഭവത് അംഘ്രിചിന്തകാഃ. നമസ്തേ. ഇവിടെ അഷ്ടാംഗയോഗത്തിലെ ധാരണയെപ്പറ്റിയാണ് സൂചന. ഭഗവാനെ, അവ്യക്തമായ അങ്ങയുടെ ശരീരത്തിൽ ഞാൻ പണിപ്പെട്ട് വീണ്ടും വീണ്ടും മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. അങ്ങയുടെ രൂപം മനസ്സിൽ ഉറപ്പിക്കുന്നത് കൊണ്ട് നിന്തിരുവടിയുടെ പാദകമലങ്ങളെ സദാ ചിന്തിക്കാനും ഭക്തിരസവും ആർദ്രതയും ഉണ്ടായിക്കൊണ്ടിരിക്കുവാനും സാധിക്കുമാറാകണം. വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ പരിശുദ്ധിയുണ്ടാകുന്നു. ശുദ്ധചിത്തത്തിൽ ഭഗവത് രൂപം തെളിഞ്ഞു കാണുന്നു. അപ്പോൾ രൂപധ്യാനത്തിൽ മനസ്സുറയ്ക്കുന്നു. അപ്പോൾ ഭക്തി വഴിയുന്നു. ചിത്തത്തിൽ ആർദ്രത കൈവരുന്നു. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വത്വഭൂ സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്തദാശ്രയാഃ. ഇവിടെ അഷ്ടാംഗയോഗത്തിലെ ധാരണയിൽ കൂടി ഭഗവത് ധ്യാനത്തിൽ നിരതമാകുന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഗുരുവായൂരപ്പ, സദാ അങ്ങയെ ആശ്രയിക്കുന്ന ഞാൻ ധ്യാനയോഗത്തിൽ തൽപരനായി അങ്ങയുടെ ശരീരത്തിലെ അവയവ ഭംഗിയുള്ള മനോഹര രൂപം ദീർഘകാല പരിശീലനം കൊണ്ട് എളുപ്പത്തിൽ ചിന്തനം ചെയ്തുകൊള്ളാം. അല്പകാലം കൊണ്ട് ഭഗവത് രൂപം ധ്യാനിച്ച് ചിന്തിച്ചുറപ്പിച്ച് മനസ്സിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കാൻ കവി ആഗ്രഹിക്കുന്നു. ശ്ലോകം 6. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം. സാന്ദ്രമോദരസരൂപമന്തരം ബ്രഹ്മരൂപം മയി ദേയവഭാസതേ. നമസ്തേ. ഗുരുവായൂരപ്പ,
നിന്തിരുവടിയുടെ ഇപ്രകാരമുള്ള സ്വരൂപമായ സഗുണരൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് മാധുര്യരസത്താൽ ആകൃഷ്ടനായി എൻ്റെ മനോമുകുരത്തിൽ അങ്ങയുടെ സാന്ദ്രാനന്ദാത്മകവും മനോഹരവുമായ നിഷ്കള ബ്രഹ്മരൂപം ഭാസിക്കുന്നത് എൻ്റെ മനസ്സിൽ ഗ്രഹിക്കാവുന്നതാണ്. ശുദ്ധസത്വമയമായ സഗുണരൂപത്തിൽ തന്നെ നിഷ്കള ബ്രഹ്മസ്വരൂപവും ധ്യാനാവസ്ഥയിൽ ഭാസിക്കുന്നു. ഭഗവാന്റെ സഗുണസ്വരൂപവും നിർഗുണസ്വരൂപവും ഒന്നു തന്നെ, രണ്ടല്ല. രണ്ടെന്നത് തോന്നൽ മാത്രമാണ്. സ്വർണ്ണാഭൂഷണവും സ്വർണവും ഒന്നു തന്നെ. ആ ഭൂഷണത്തിൽ അടങ്ങിയിരിക്കുന്ന സ്വർണം ഭാസിക്കുന്നു. അതുപോലെ തന്നെ സഗുണരൂപത്തിലെ നിർഗുണരൂപം യോഗികൾക്ക് ധ്യാനാവസ്ഥയിൽ അറിയപ്പെടുന്നു. നമസ്തേ. അടുത്ത ഭാഗം ശ്ലോകം 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നാരായണത്തിൽ ദശകം 4 ശ്ലോകം 7, 8, 9 തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും നാരായണീയവും ശ്രീമദ് ഭാഗവതവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. നമസ്തേ.